കെയ്ൻ പാർസന്റെ സംവിധാനത്തിൽ ഇന്നലെ ഇന്ത്യയിൽ റിലീസായിരിക്കുന്ന ഒരു 20 വയസ്സുകാരൻ യൂട്യൂബർ ചെയ്തിരിക്കുന്ന സിനിമയായ ബാക്ക് റൂംസ് ഇന്ന് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള പാലാക്സി സിനിമാസിൽ വെച്ചിട്ട് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഈ സിനിമയെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സേ മോഡേൺ മാസ്റ്റർ പീസ്. അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള വിയേർഡ് ആയിട്ടുള്ള പുതിയത് മാത്രമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഹൊറർ ജോണറിൽ ഉള്ള ഒരു മൂവി കണ്ടിട്ടില്ല. സി, ഐ വുഡ് ലൈക്ക് ടു കീപ് ഇറ്റ് ഓൺ ദ സെയിം സ്കെയിലിംഗ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് മിഡ്സോമർ. അത് തന്ന പുതുമ പോലെ തന്നെ എനിക്ക് ഈ പുതിയ കാലത്ത് ഒരു കഴിഞ്ഞൊരു 10 വർഷത്തെ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഗ്രാവിറ്റി ഉള്ള ഒരു കൈൻഡ് ഓഫ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒബ്സഷൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കറി ബേക്കറിൻ്റെ മൂവി. അതും 1000+ ക്രോർസ് കളക്ട് ചെയ്ത ഒരു സിനിമ തന്നെയാണ്. ഈ 2 സിനിമകൾ വന്ന് ഹോളിവുഡിൻ്റെ തന്നെ പുതിയൊരു വേവ് കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും. 2 യങ് ഫിലിം മേക്കേഴ്സ് വിത്ത് നോ മച്ച് എക്സ്പീരിയൻസ്, യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നടന്നിരുന്ന 2 യങ് ഫിലിം മേക്കേഴ്സ് ഹൊറർ ജോൺറയിൽ വന്നിട്ട് വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ബട്ട് ഒബ്സഷനൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല ഗൈസ്. ഒബ്സഷനൊക്കെ നമ്മൾ കണ്ട് മറന്നിട്ടുള്ള പല സംഭവങ്ങളുടെയും ഒരു ആവർത്തന വിരസതയൊക്കെ തോന്നുന്ന നത്തിങ് എക്സൈറ്റിംഗ് ഇൻ ഒബ്സഷൻ ടു ബി ഫ്രാങ്ക്. പക്ഷേ ഒബ്സഷൻ ഒരു നല്ല മൂവിയാണ്, ബട്ട് നോട്ട് ഗ്രേറ്റ്. ബട്ട് ഇത് 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 വേറെ ലെവലാണെന്നൊക്കെ പറയേണ്ടി വരും. എനിക്ക് നമ്മളൊരു മൂവിയിലേക്ക് നമ്മൾ ഹുക്ക് ആവുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഇൻസ്റ്റൻ്റ്ലി ഈ സിനിമ കണ്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനുണ്ട്, അതിൻ്റെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. അത് കണ്ടപ്പം തന്നെ ഈ സിനിമയുടെ ഒരു ലെവൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഏകദേശം. അപ്പം തന്നെ നമ്മൾ അതിലോട്ട് ഹുക്ക്ഡായി. എമേസിങ് ഡയറക്ഷൻ, ഗ്രേറ്റ് ക്യാമറ വർക്ക്, അതുപോലെ തന്നെ ആക്ടിങ്, മാഗ്നിഫിസൻ്റ് ആക്ടിങ്, ബാക്കിയുള്ള എല്ലാം, അതിലുള്ള ഓരോ കാഴ്ചകൾ എക്സ്ട്രീം സെക്കൻഡ് ഹാഫിലൊക്കെ കാണുന്ന പല സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിത് പോയിട്ട് ഇത് കോഞ്ചറിങ് സിനിമ കാണുന്ന തരത്തിലുള്ള ആൾക്കാർ പോയിട്ട് ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല ഇത്. സിനി ഫൈൽസ് ആയിരിക്കുന്ന സിനിമയിലുള്ള പല ടൈപ്പ് ഓഫ് ഹൊറേഴ്സ് കണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് വാച്ചിങ് മൂവീസ്, ഈ ഒരു ലെവലിലാണ് നിങ്ങളുടെ ഒരു സ്ലാബ്, അതിൻ്റെ മുകളിലോട്ടേക്ക് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി പോയിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒബ്സഷനിലെ ഒരു മാസ് അപ്പീല് ഗ്ലോബൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അത്രത്തോളം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം IMDbയിൽ ഇതിന് ഒബ്സഷനെ കാട്ടും റേറ്റിംഗ് കുറവാണ്. പേഴ്സണലി ഐ വുഡ് ലൈക്ക് ടു റേറ്റ് ഇറ്റ് മോർ വേ ഹയർ ദാൻ ഒബ്സഷൻ. ഒബ്സഷന് ഞാനൊരു 6.57 ആണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫോർ ബാക്ക് റൂംസ് ഐ വുഡ് ഗീവ് ഡെഫിനറ്റ്ലി എ സോളിഡ് 8 ഓർ മോർ. അത്രയും ഇതിന് നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇതിൻ്റെ സ്റ്റോറി വൈസ് ഇത് എങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്, ഇതിൻ്റെ കൺക്ലൂഷൻ അല്ലെങ്കിൽ ക്ലൈമാക്സ് ചിലപ്പോൾ ശരിയായില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ആഫ്റ്റർ ഓൾ ഇതിൻ്റെ ഈ ഒരു സിനിമ നമ്മളെ അവർക്ക് ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു കൺഫ്യൂഷൻ നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ എങ്ങോട്ടേക്കാണ് ഈ ട്രാവൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ്, അതിൻ്റെ ഒരു വിയേർഡ് ഫീലിംഗ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ കാണുന്ന സിനാരിയോസ്, അറ്റ്മോസ്ഫിയർ, എവ്രിതിങ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ട് കാണണം. ഞാനിത് പാലാക്സി സിനിമയിലിരുന്ന് കാണുമ്പോൾ 3 ആളാണ് തിയേറ്ററിലുണ്ടായിരുന്നത്. ഞാൻ പോയത് 2 ആൾക്കാർ, ഞാനും വേറൊരാളും, അതിൻ്റെ കൂടെ ഒരൊറ്റൊരാൾ, വേറെ ആരും ഇല്ല തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. അത് 600 രൂപയുടെയാണ് ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എനിക്ക് തോന്നുന്നു 10-40 സീറ്റോ മറ്റേ അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു സോളിറ്റ്യൂഡിൽ നമ്മൾ അങ്ങനെ അതിൽ മുഴുകിയിരുന്ന് കാണുമ്പോൾ ആബ്സല്യൂട്ട് ഗ്രേറ്റ് വാച്ച് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഇറ്റ്. ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ഗ്രേറ്റ് മൂവീസ്. ആൻഡ് ഐ തിങ്ക് ദിസ് മൂവി വിൽ സ്റ്റാൻഡ് അലോൺ ആസ് എ മോഡേൺ മാസ്റ്റർ പീസ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. അതെനിക്ക് ഉറപ്പാണ്. ഇതൊക്കെയാണ് ബാക്ക് റൂംസ് കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ഔട്ട് ഓഫ് 10 ഞാൻ ഡെഫിനറ്റ്ലി കണ്ണു അടച്ച് കൊടുക്കും. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി തന്നെയാണ് ബാക്ക് റൂംസ്. നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു വാച്ച് ദ മൂവി, ഡോണ്ട് മിസ് ദിസ്. ഇറ്റ്സ് എമേസിങ്. 20 വയസ്സുകാരനായിട്ടുള്ള ഒരു യൂട്യൂബർ ചെയ്തിരിക്കുന്ന വിപ്ലവമാണ് ഈ സിനിമ. 1000 കോടിയൊക്കെ ഇത് കഴിഞ്ഞു, കുതിച്ച് പായാണ്. ജസ്റ്റ് 90 ക്രോർസ് മറ്റാണ് ഇതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. ആബ്സല്യൂട്ട് ഗ്രേറ്റ് വിഷൻ എന്നൊക്കെ പറയേണ്ടി വരും. വിഷണറിയാണ് ഈ പുള്ളിക്കാരൻ.
അമ്മാതിരി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതും കമൻസ് ആയിട്ട് ഇടും. സോ ഇത്രയൊക്കെ ഉള്ളൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം ഗൈസ്. അണ്ടിൽ ദെൻ